കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരവും കഴിഞ്ഞു. നട തുറന്നു. അപ്പോൾ നമുക്ക് തൊഴാനായിട്ട് പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഭഗവാൻ കാത്തിരിക്കണമെന്ന് അറിയില്ലല്ലോ. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ആ മഞ്ജുള വാരസ്യാരുടെ മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അതിനുശേഷം അത്തിമര ഗണപതിയെ ഒന്ന് കണ്ട് തൊഴുത് അവിടുന്ന് നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ ആ വലിയ ബലിക്കല്ല് കാണാം. അതിൻ്റെ നടുക്കായിട്ട് മുകളിലേക്ക് നോക്കിയാൽ 2 കേശവൻ്റെ കൊമ്പുകൾ കാണാം, സ്വർണം പതിച്ചത്. അതുപോലെ അതിൻ്റെ നടുക്കായിട്ട് മഹാലക്ഷ്മി ദേവീനെ കാണാം. അങ്ങനെ അവിടെയൊക്കെ തൊഴുത് നമ്മൾ നേരെ ആ വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടതേ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠം ഒന്ന് നോക്കി തൊഴാം. പിന്നെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ന് വളരെ മനോഹരമായ കാഴ്ചകളാണ് കാണാനുള്ളത്. കുതിരയെ തെളിക്കുകയാണ് ഒക്കെ ഇങ്ങനെ കാണാണ്ട്. കുതിരക്കാരനാണെന്ന് ആരാ നോക്കുകയാണെന്ന് പറഞ്ഞാൽ നല്ല വെളുത്ത കുതിര കേട്ടോ. പിന്നെ അങ്ങനെ നോക്കുമ്പോൾ മുകളിലേക്ക് നോക്കിയാൽ കുതിരകളാണ്. പിന്നെ നോക്കുമ്പോൾ രുക്മിണി ദേവിൻ്റെ പുറകിലായിട്ട് രുക്മിണി ദേവീനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരികയാണ്. കാഴ്ച കാൽവളകളും ഒക്കെ നന്നായിട്ടുണ്ട്. നല്ല ചേലയൊക്കെ നന്നായിട്ട് ചുറ്റിയിട്ടുണ്ട്. അരയിലൊക്കെ കിങ്ങിണിയൊക്കെ ഉണ്ട്. പീലിയൊക്കെ നന്നായിട്ട് കളവ് കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. നന്നായിട്ടുള്ള അലങ്കാരം കേട്ടോ. 2 തിരുമുടിമാലകളുണ്ട്, തെച്ചി തുളസിയായിട്ടുള്ളത്. അതേപോലെ വലിയ ഉണ്ടമാലയാണ്. അത് തെച്ചി തുളസി വെളുത്ത പൂവാണ് കൂടുതൽ. അങ്ങനെയാണ് കാണാനുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് പ്രാർത്ഥിച്ചോളും. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അത് കഴിഞ്ഞ് അവിടുന്ന് സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴാം. പിന്നെ അതിന് ശേഷം നേരെ നമ്മൾ തിടപ്പള്ളി നോക്കി തൊഴുത് അതേപോലെ ആ പുറകു വശത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ ആലിലക്കണ്ണനെ കാണാം. അതേപോലെ സപ്തമാതാക്കളെ കണ്ടു തൊഴുത് നമ്മൾ നേരെ വരുന്നു. നേരെ വന്ന് വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരിക. വിഘ്നേശ്വരൻ്റെ അടുത്ത് വരുമ്പോൾ നല്ല രസമായിട്ടുള്ള അലങ്കാരമാണ് കേട്ടോ. വളരെ മനോഹരമായിട്ട് തന്നെ ഉണ്ട്. ആ കൊമ്പ് തുമ്പിക്കൈയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. നല്ലൊരു പാവുണ്ട് ഉടുത്തിട്ടുണ്ട്. കിരീടം വെച്ചിട്ടുണ്ട്. ധാരാളം പൂക്കളുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെ കണ്ട് തൊഴുത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പോരുമ്പോൾ ചെറിയ ഗണേശനെ കണ്ടു തൊഴാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. അത് കഴിഞ്ഞാൽ മേൽശാന്തിനെ കണ്ട് അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങി പിന്നെ വാമന രൂപത്തെയും ഗജേന്ദ്രമോക്ഷത്തെയും ഒക്കെ കണ്ട് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് ഇങ്ങനെ വന്ന് അനന്തശായിയായ ആനന്ദപത്മനാഭൻ്റെ അടുത്തേക്ക് വരിക. അവിടെ വരുമ്പോൾ ധാരാളം മാലകളുണ്ട്. വലിയ മുല്ലമാല ഉണ്ട്, അതേപോലെ തുളസിമാല ഉണ്ട്, താമരമാല ഉണ്ട്, ചെണ്ടുമല്ലിമാലയൊക്കെ ഉണ്ട്. അവിടെ ആ കാൽക്കൽ വന്ന് പ്രാർത്ഥിച്ച് നമ്മൾ നേരെ ശ്രീലകത്തുനിന്ന് ഇങ്ങനെ പുറകുവശത്തേക്കുള്ള അവിടെ വന്നിട്ടൊന്ന് നമസ്കരിക്കുക. ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ടു തൊഴാം. അങ്ങനെ കൃഷ്ണനെ നോക്കുമ്പോൾ 2 മാലകളുണ്ട്, തുളസിമാല. അതേപോലെ മുരുകന് കുറേ ഭസ്മുണ്ട്. അതേപോലെ ഒരു മുല്ല മാലയുണ്ട്. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഒരു വെറ്റില മാല മാത്രമേ ഉള്ളൂ കേട്ടോ. കുങ്കുമൊന്നും കാണാനില്ല. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ വാസുദേവായ നമഃ. അങ്ങനെ ആഞ്ജനേയ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് നമ്മൾ നേരെ വരുമ്പോൾ രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ വെണ്ണക്കണ്ണനും
കാളിയമർദ്ദന രൂപിയൊക്കെ കണ്ടിട്ട് നേരെ ഓവിൻ്റെ അവിടെ വരിക. ഓവിൻ്റെ അവിടെ ഒന്ന് പ്രാർത്ഥിച്ച് താമരക്കണ്ണനെ കാണാം. കൽപ്പവൃക്ഷത്തിന് ചുവട്ടിരിക്കുന്ന താമരക്കണ്ണനെ കണ്ടു തൊഴാം. പിന്നെ നേരെ നമ്മൾ കാണുന്നത് കൊടിമരത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ടു തൊഴാം. പിന്നെ ആ നൃത്താറയും അതേപോലെ മണിക്കിണറൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വരിക. അങ്ങനെ വന്ന് മേൽപ്പത്തൂരിനെയും അതേപോലെ കുറൂരമ്മേനെയും നാരദരെയൊക്കെ കണ്ട് വസുദേവരെയൊക്കെ കണ്ട് വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. അങ്ങനെ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. ഇനി നമുക്ക് എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ ഭഗവതിയുടെ അടുത്ത് വരുമ്പോൾ അവിടെ ഇന്ന് ഗോളകയാണ്. പിന്നെ നല്ല പട്ടൊക്കെ ഉടുപ്പിച്ചിട്ടുണ്ട്. അതേപോലെ ധാരാളം പൂക്കളുണ്ട്. അപ്പോൾ അമ്മേനെ പ്രാർത്ഥിക്കാം കേട്ടോ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ടു തൊഴുത് അവിടുന്ന് വരുമ്പോൾ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ നമ്മൾ അവിടെയും പോയി ദർശനം കിട്ടിയ പോലെയോ. പിന്നെ അവിടുന്ന് കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഒരിക്കൽ കൂടി കൃഷ്ണനെയും രുക്മിണിയും ഒക്കെ ആയിട്ടുള്ള രുക്മിണി സമേതനായിട്ടുള്ള കൃഷ്ണനെ കണ്ട് തൊഴുത് കൂത്തമ്പലത്തിൻ്റെ അവിടെ വരിക. അവിടെ വന്നാൽ ഒന്ന് നമസ്കരിക്കുക. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ മുഖത്ത് മുഴുവനായിട്ട് ചന്ദനം ചാർത്തിയിട്ടില്ല. അങ്ങനെ കുറേശ്ശെ ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ആഭരണങ്ങൾ നിറയെ ധരിപ്പിച്ചിട്ടുണ്ട്. കിരീടമുണ്ട്, വെളുത്ത പാവുകൊണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമാം. അത് കഴിഞ്ഞ് അവിടുന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ടു തൊഴാം. അത് കഴിഞ്ഞ് ആ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ടു തൊഴുത് നേരെ നമ്മൾ രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് വരിക. അപ്പോൾ പ്രദക്ഷിണം ചെയ്യുമ്പോൾ കാളിയമർദ്ദന രൂപയെ കാണാം. പിന്നെ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹമുള്ള നാരായണാലയത്തിൽ ചെല്ലുന്ന അവിടെ നിന്ന് കൃഷ്ണ വിഗ്രഹം കണ്ടു തൊഴാം. പിന്നെ അങ്ങനെ വരുമ്പോൾ ഭഗവതി നടയിലും അതേ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ടും ഭഗവാന്റെ ശ്രീരകത്തേക്ക് നോക്കി തൊഴാം. അതിനുശേഷം നമ്മൾ നേരെ ആ കൂവളത്ത് മരത്തിൻ്റെ അവിടേക്ക് വരിക. കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതി ദേവീനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെയും അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമാം. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. അതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കണം. അവരവരുടെ കാര്യങ്ങളൊക്കെ നടക്കണം. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണ.